ബാക്കി കൂടി പറ വീഡിയോ അതിന്റെ കൂമ്പ് മറച്ചിട്ട് കണ്ടല്ലേ പല വഴിയിലൊക്കെ മറച്ചിട്ട് ആന ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ അതിരപ്പള്ളിയിൽ പാം ട്രീ പ്ലാന്റേഷനകത്ത് ഞങ്ങളൊരു നൈറ്റ് സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തൃശ്ശൂർ ജീപ്പേഴ്സായിട്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ലാസ്റ്റ് ഒരു 1 വീക്ക് ചെന്നൈ പോണ്ടിച്ചേരി ട്രിപ്പിന് ശേഷം നമ്മൾ പുലർച്ചെയാണ് നാട്ടിലെത്തിയത്. ഏകദേശം ഒരു 3 മണി സമയത്ത് എത്തിയത്. ചെന്നൈ പോണ്ടിച്ചേരി അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 ആൾക്കാരെ പോയത്. ഞാൻ, നൗഫൽ, ബാബുട്ടൻ, അനീഷ്. ആ ട്രിപ്പിൽ അങ്ങനെ കാര്യമായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം കൂടുതൽ സമയം ഡ്രൈവിംഗ് തന്നെ പോയി. നമ്മുടെ നാട്ടിൽ നിന്ന് ചെന്നൈക്കാണ് പോയത്. നമ്മൾ പോണ്ടിച്ചേരി റൂട്ടിൽ പോയി. ജസ്റ്റ് പോണ്ടിച്ചേരിയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ ചെന്നൈ പോവുക ചെയ്ത്. നമ്മൾ പോണ്ടിച്ചേരിക്ക് പോണ റൂട്ടിൽ ഡിണ്ടിഗലിൽ താമസിച്ച ആ ലോഡ്ജിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ ഈ കാണാൻ. സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നേരത്തെ ആയതുകൊണ്ടായി സൂപ്പറായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പോണ്ടിച്ചേരി വിട്ടു. പോണ വഴിക്ക് മാക്സിമം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഫോട്ടോ എടുക്കുമ്പോൾ ബാബുട്ടിനൊരു പോസാണത്. ഫോട്ടോ ഉണ്ട്. ഇതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാവുള്ളൂ. ഇവൻ്റെ 149 ഫോട്ടോ ഉണ്ടായി. ആ വിഷയം ബാക്കി കൂടി പറ വീഡിയോ അങ്ങനെ ഞങ്ങൾ ചെന്നൈയിലെത്തിയിട്ടോ. പോയ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം കൊണ്ട് ഞാൻ ഫിനിഷ് ചെയ്തു. പിന്നെ എൻ്റെ പഴയ ഓർമ്മകളും കമ്പനിക്കാരൊക്കെ ഒന്ന് പോയി കണ്ടു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി രാത്രി മെറീന ബീച്ചിലേക്ക് പോയി. അവിടെ സുന്ദരിയൊക്കെ കിടന്ന് നമുക്കൊക്കെ അറിയുണ്ടാവും. കിട്ടിലും ഫുഡ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. വളരെ ചീപ്പാണ്. മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. മീൻ ഫ്രൈയും അതേപോലെ തന്നെ മീനിൻ്റെ കറിയും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ. ഞങ്ങൾ നന്നായി ഭക്ഷണം കഴിച്ചു അന്ന് രാത്രി. അന്നൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ നാട്ടിലേക്ക് പോന്നു. എന്നിട്ടാണ് നമ്മൾ അതിരപ്പള്ളിക്ക് ട്രിപ്പ് പോയത് കേട്ടോ. ഞങ്ങൾ പുലർച്ചെയാണ് നാട്ടിലെത്തിയത്. വന്നിട്ടൊന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് വണ്ടി ഒന്ന് ഫുൾ ചെക്കപ്പ് ചെയ്തു. കാരണം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വണ്ടി കണ്ടിന്യൂ ആയിട്ട് ഓടുമായിരുന്നു. കാര്യമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന്. അതിനുശേഷം നമ്മൾ നേരെ അതിരപ്പള്ളിയിൽ ആ മീറ്റിംഗ് പോയിന്റിലേക്ക് പോയി. പോണ വഴിക്ക് അവിടെ ഒരു ആക്സിഡൻറ്റ് വളവുണ്ട് കേട്ടോ. ആ സിൽവർ സ്റ്റോം കഴിഞ്ഞിട്ട് എനിക്കത് അറിയണ്ടായിരുന്നില്ല. ഞാൻ നേരെ അങ്ങ് പോയി. വണ്ടി ഒരു 180 ഡിഗ്രിയിൽ ഫുള്ളായിട്ട് ടേൺ ചെയ്ത് തന്നെ നിന്നു. വണ്ടിയുടെ ബമ്പറിൻ്റെ സൈഡൊക്കെ അപ്പുറത്തെ പാറയെ തട്ടിയിട്ട് ഞെണിങ്ങിയിട്ടുണ്ടായിരുന്നു. കൈകൊണ്ട് നല്ല രീതിയിൽ വലിച്ചപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് വന്നു. പിന്നെ ഡ്രൈവ് ചെയ്ത് പോയി. എന്തായാലും വലിയ കുഴപ്പമൊന്നും പറ്റില്ല കേട്ടോ. അതോടുകൂടി ഈ വണ്ടിയായിട്ട് ഇമോഷണലി ഞാൻ വല്ലാണ്ട് കണക്ട് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ ടീമിൻ്റെ അടുത്ത് എത്തി. അടിപൊളി പരിപാടിയായിരുന്നു. ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടേയിരുന്നു. രാത്രി ആയപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടോ. നല്ല ഫുഡും കഥ പറച്ചിലും ഡാൻസൊക്കെ ആയിട്ട് ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒന്നിച്ച് കൂടി. സൂപ്പറായിരുന്നത്. അങ്ങനെ ഏകദേശം 10:30, 11 ആയപ്പോഴേക്കും ഞങ്ങൾ പാക്കപ്പ് ചെയ്തു. പിറ്റേ ദിവസം തിരക്കുള്ള ആൾക്കാരൊക്കെ അവിടുന്ന് പോയി. ബാക്കിയുള്ള കുറച്ച് പേര് കിടന്നുറങ്ങി. ഞങ്ങൾ കുറച്ച് പേര് ഒരു ഡ്രൈവിന് പോയിട്ടോ. രാത്രി നല്ല രസമായിരുന്നു. അപ്പോൾ കുറേ ആനേനെയൊക്കെ കാണാൻ പറ്റി. ആ വീഡിയോസാണ് ഇതൊക്കെ. ഈ പനയല്ല ആനയ്ക്കൊരു ഫേവറേറ്റ്. അതിന്റെ കൂമ്പ് മറച്ചിട്ട് കണ്ടല്ലേ പല വഴിയിലൊക്കെ മറച്ചിട്ട് ആന മറച്ചാണ്. രോഹിത് മാത്രം വണ്ടി എടുക്കണല്ലോ. രാത്രി ആനേനെ കാണാൻ പോട്ടോ. പോലെ കാണാൻ ചാൻസ്. ഇവിടുന്ന് ലെഫ്റ്റാണ് നമ്മൾ ആദ്യം പോവാറ്. അവിടെ ഇപ്പൊ രാത്രി ചെക്ക് പോസ്റ്റ് ഉള്ളതുകൊണ്ട് കടത്തിവിടില്ല. ലെഫ്റ്റിക്ക് തിരിയുമ്പോൾ തന്നെ ചെക്ക് പോസ്റ്റാ. ഒപ്പം നിൽക്കാം എന്താ പറയാനാ ഒന്നെ വിട്ടു പോന്നേ. ശരി അപ്പുറത്ത് കൈ പുറത്ത് കൊടുക്കും.
കുട്ടിയുണ്ട് പോവരുത് കുട്ടിയുണ്ട് കേറിട്ട് പോവാ. അതാ മക്കളെ, ആന ഫാമിലി ആയിട്ട് പോണു. അമ്മയും മക്കളും അപ്പനും ഒക്കെ ഉണ്ട്, കമ്പനിക്കാരും ഉണ്ട്. പോട്ടെ വിട്ടോ പോട്ടെ. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു ആനക്കൂട്ടത്തിനെ കാണാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ ക്യാമ്പിലേക്ക് വരുന്ന റൂട്ടിൽ ഒരു ഒറ്റയാന ഉണ്ടായിരുന്നു, അതിന് അതും കാണാൻ പറ്റി. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അത്, ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ മുടിച്ച് വെച്ചോ, എനിക്കപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര മുമ്പുണ്ടായിരുന്നു അതിന് ആദ്യം കണ്ടതിന്. ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു, കാരണം ഒരുപാട് ആനേനെ കാണാൻ പറ്റി അന്ന് രാത്രി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ കണ്ടംപൂട്ടൽ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാനും മിഥുൻ ചേട്ടനും ആൽഫ്രഡിനും ഗാരസ്റ്റനും കൂടി ഞങ്ങൾ മലക്കപ്പാറ പോകാൻ ഒരു പ്ലാൻ ചെയ്തു കേട്ടോ. ഏർലി മോർണിംഗ് 3 o'clock പുറപ്പെട്ടത്. അതിൻ്റെ വീഡിയോ ആണ് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മൾ രാത്രി അതിരപ്പള്ളിയിൽ ക്യാമ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ഞങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്.